ഒരു പോളിംഗ് ആരംഭിച്ചോ? കാസർഗോഡ് ജില്ലയിലെ വിവിധ ബൂത്തുകളിൽ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കാസർഗോഡ് ജില്ലയിലും പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ബൂത്തുകളിലൊന്നും തന്നെ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടും ജില്ലയുടെ ഒരു ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുമില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് PRD അടക്കമുള്ള ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് പൊതുവെ രാവിലെ പോളിംഗ് അല്പ കുറവാണ്. വലിയ നീണ്ട ക്യൂ ഒന്നും കാണാനില്ലെങ്കിൽ കൂടിയും ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധിയായതിനാൽ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ ആളുകൾ ബൂത്തിലേക്ക് എത്തിച്ചേരുമെന്നൊരു പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിലേക്കും ഇത്തവണ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. 38 ഗ്രാമപഞ്ചായത്തുകളും 3 മുനിസിപ്പാലിറ്റികളും 6 ബ്ലോക്ക് പഞ്ചായത്തിലും ഒരു ജില്ലാ പഞ്ചായത്തിലേക്കും നിർണായകമായ വിധി ഇന്ന് തെരഞ്ഞെടുപ്പ് ഇന്നാണ് നടക്കുന്നത്. ശക്തമായ പോരാട്ടമാണ് എല്ലായിടങ്ങളിലും നടക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്കാണ് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത്. കഴിഞ്ഞ തവണ UDF-ന് 7 സീറ്റും LDF-ന് 7 സീറ്റും എന്ന നിലയിലായിരുന്നു കക്ഷിനില. പിന്നീട് ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടി LDF ഭരണം പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇത്തവണയും ജില്ലാ പഞ്ചായത്തിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്നത്. ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രചരണം, അതായത് CPM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തന്നെ പുറത്തിറക്കിയായിരുന്നു CPIM പ്രചരണം ശക്തമാക്കിയത്. അതുപോലെ തന്നെ കോൺഗ്രസ് അവരുടെ ഏറ്റവും മുതിർന്ന നേതാക്കളെ, ജനകീയരായ നേതാക്കളെ പുറത്തിറക്കിയായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രചരണം നടത്തിയത്. അങ്ങനെ ജില്ലാ പഞ്ചായത്തിലേക്കാണ് വാശിയേറിയ മത്സരം നടക്കുന്നത്. എന്തായാലും വാശിയേറിയ മത്സരം നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും വലിയ രീതിയിലുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ 21 അംഗങ്ങളാണ് മുസ്ലിം ലീഗിനുള്ളത്. 14 അംഗങ്ങളുമായി BJP മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറെ കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തുന്നത് മുസ്ലിം ലീഗിലെ വിമത സ്ഥാനാർത്ഥികൾ തന്നെയാണ്. 6-ലധികം വിമത സ്ഥാനാർത്ഥികൾ ശക്തമായ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കാഴ്ചവെച്ചത്. ഇത് മുസ്ലിം ലീഗിനെ ചെറുതൊന്നുമല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട്. ഇത് എങ്ങനെ വോട്ടായി വീഴുമോ എന്നുള്ളൊരു ആശങ്ക കൂടിയാണ് മുസ്ലിം ലീഗ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഭരണം പിടിക്കാൻ ആവശ്യമായിട്ടുള്ള സീറ്റുകൾ ലഭിക്കുമെന്നൊരു ശുഭ പ്രതീക്ഷയാണ് എന്തായാലും മുസ്ലിം ലീഗ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും 11.5 ലക്ഷം ആളുകളാണ് ജനവിധി എഴുതുക. 5.5 ലക്ഷത്തോളം പുരുഷന്മാരും 5.5 ലക്ഷത്തോളം സ്ത്രീകളും ഈ ജനവിധി എഴുതും. 12ഓളം ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ജില്ലയിലുള്ളത്. അതുപോലെ തന്നെ 38 ഗ്രാമപഞ്ചായത്തിലേക്കും 38 ഗ്രാമപഞ്ചായത്തിൽ 13 ഗ്രാമപഞ്ചായത്ത് LDF-ന് ഏറെ സാധ്യതയുള്ള പഞ്ചായത്തുകളാണ്. 13 എണ്ണം UDF-നും സാധ്യതയുള്ള പഞ്ചായത്തുകളാണ്. ബാക്കി 11 കാര്യമായ മത്സരം നടക്കുന്നത്, പ്രവചനാതീതമായ മത്സരം നടക്കുന്നത്. 4ഓളം പഞ്ചായത്തുകൾ BJP-യും ഭരിക്കുന്നുണ്ട് എന്നാണ് കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 3 രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തമായ ആധിപത്യമുള്ള സ്ഥലമാണ്. അതായത് 4-ലധികം പഞ്ചായത്ത് ഭരിക്കുന്നത് BJP-യാണ്. 19ഓളം പഞ്ചായത്ത് നിലവിൽ ഭരിക്കുന്നത് CPIM ആണ്. അതുപോലെ തന്നെ 11-ലധികം പഞ്ചായത്ത് ഭരിക്കുന്നത് UDF-ഉമാണ്. മുസ്ലിം ലീഗിനും കാര്യമായ വേരോട്ടമുള്ളൊരു പ്രദേശം കൂടിയാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രീ ട്രയൽ എന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരു പ്രീ ട്രയൽ എന്ന രീതിയിൽ തന്നെ കണക്കാക്കാൻ സാധിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമൊക്കെ വളരെ ശക്തമായിരുന്നു. ചെമ്മനാട് പഞ്ചായത്തിലൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള വാശിയേറിയ പോരാട്ടമാണ് മുസ്ലിം ലീഗും INL-ഒക്കെ തമ്മിൽ നടക്കുന്നത്. അങ്ങനെ ഇന്നലെ ഒരു സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും രാഷ്ട്രീയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും ഒട്ടും കുറവല്ല. ജനകീയ പ്രശ്നങ്ങൾ മുൻനിർത്തി വികസന നേട്ടങ്ങളെല്ലാം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ചർച്ചയാക്കിയത്. എന്തായാലും അത് ഇത്തവണ പോളിംഗിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏറെ കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ് ജില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പ്രവാസികളുടെ മനസ്സ് ആരോടൊപ്പമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏറെ നിർണായകമാവുകയും ചെയ്യും.
തീർച്ചയായും ജോസഫ്, അതുപോലെ തന്നെ ഈ ഒരു കാസർഗോഡ് നഗരസഭയിലേക്ക് വരുമ്പോൾ ഈ ഒരു UDF-ന്റെ പൊന്നാപുരം കോട്ട തന്നെയാണ് നഗരസഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോട്ട നിലനിർത്തുക എന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ആവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു നഗരസഭ പിടിച്ചെടുക്കുക എന്നത് മറ്റ് മുന്നണികളെ സംബന്ധിച്ചും ഏറെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കാസർഗോഡ് നഗരസഭ എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 20 വർഷങ്ങളായി, തുടർച്ചയായി 25 വർഷങ്ങളായി UDF ഭരിക്കുന്ന ഒരു നഗരസഭയാണ് കാസർഗോഡ് നഗരസഭ. മുസ്ലിം ലീഗിനാണ് ഇവിടെ മൃഗീയ ആധിപത്യമുള്ളത്. മുസ്ലിം ലീഗിന് 21 മുതൽ 25 സീറ്റ് വരെ കഴിഞ്ഞ 25 വർഷങ്ങളിൽ ഈ കാസർഗോഡിലെ ജനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം ലീഗിലെ വിഭാഗീയത, നേതാക്കൾ തമ്മിലുള്ള വിഭാഗീയത, അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾക്കും ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തവണയും ഭരണം പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് മുസ്ലിം ലീഗിനും UDF-നും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നിലവിൽ 38 സീറ്റുകളാണുള്ളത്. അതിൽ 21 സീറ്റ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെയും 14 സീറ്റ് BJP-യുടെയും ബാക്കി 3 സീറ്റ് വിമതരുടെയുമാണ്. കഴിഞ്ഞ തവണ വിമതർ ഏറെ വെല്ലുവിളി ഉയർത്തിയ ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി. 5 വോട്ടിനും 7 വോട്ടിനും 15 വോട്ടിനും 20 വോട്ടിനും ഒക്കെ തോറ്റ സ്ഥലങ്ങളുണ്ട്. ഇത്തവണ അത്തരത്തിൽ ആ പ്രദേശങ്ങളിലെല്ലാം ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ നിർത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു അട്ടിമറി ഭരണത്തിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട്. അത് അത്തരത്തിൽ വലിയൊരു അട്ടിമറിക്ക് സാധ്യതയില്ലെങ്കിലും സീറ്റുകൾ കുറഞ്ഞാൽ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാകും. നിലവിൽ 14 സീറ്റുള്ള BJP അതായത് സീറ്റ് നിലനിർത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ സീറ്റുകൾ പിടിച്ചാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബോണസ് ആയിരിക്കും. മാത്രവുമല്ല, LDF-ന് ഇവിടെ 1 സീറ്റ് മാത്രമാണുള്ളത്. ഇത്തരത്തിൽ LDF-നും സീറ്റ് വർദ്ധിപ്പിക്കാനായാൽ അത് ഒരു പക്ഷേ ഇത്തരത്തിൽ കൂടുതൽ മെച്ചമുണ്ടാക്കാൻ സാധിക്കും എന്നും പറയുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിലെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഈ പ്രചരണവുമായി ശക്തമായി മുന്നോട്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിലേക്ക് വലിയ ശേഷം ജോസഫിലേക്ക് തിരികെ എത്താം. അവരനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ് അവരെ ഏറ്റവും ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഭരണം. അതിന് പുറമെയാണ് പിന്നെ ശബരിമലയും കൂടി വന്നത്. മറ്റു കാര്യങ്ങളൊക്കെ വന്നു പോണ ഓരോ കാര്യങ്ങൾ എന്നേ ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ. UDF-ന്റെ മേഖലകളിലൊക്കെ നല്ല പോളിംഗ്, അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിംഗ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് മലബാറിൽ ഒന്നും കൂടി ഊർജിതമായിരിക്കും. മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ ഊർജിതം, ഇന്നലത്തേക്കാൾ പ്രകടമാവും ഇവിടെ. അത് തന്നെയാണ് തങ്ങൾ പറഞ്ഞത്. അത് ഞാനതിന് അടിവരയിടുകയാണ്. അത് ഒരു ലക്ഷണമാണ്. അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരു ആവേശം ഇന്ന് പ്രകടമാവും. ജോസഫ്, തുടരുക. സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഭരണം പിടിക്കാനുള്ള ആവനാടിയിലെ അസ്ത്രങ്ങളെല്ലാം തന്നെ മുസ്ലിം ലീഗ് പ്രയോഗിച്ചിട്ടുണ്ട്. അത് വിജയത്തിലെത്തുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് നേതൃത്വത്തിനുള്ളത്. മറ്റ് മുനിസിപ്പാലിറ്റികളിലേക്ക് വരികയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ മറ്റ് പ്രധാനപ്പെട്ട 2 മുനിസിപ്പാലിറ്റികളും ഭരിക്കുന്നത് LDF ആണ്. ഈ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയും നീലേശ്വരം മുനിസിപ്പാലിറ്റിയുമാണ് LDF ഭരിക്കുന്നത്. ഇത്തവണയും അട്ടിമറി ഭരണത്തിന് സാധ്യതയൊന്നും ഇല്ലെങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള പോരാട്ടം ഈ ഭാഗത്തുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാലാകാലങ്ങളായി CPM-ന്റെ അധീനതയിലുള്ള ആണ് ഈ 2 മുനിസിപ്പാലിറ്റികൾ. ഈ 2 മുനിസിപ്പാലിറ്റികളിലും
ഇത്തവണയും വ്യക്തമായ ഒരു ഭൂരിപക്ഷം നേടാനാകുമെന്നൊരു പ്രതീക്ഷ കൂടി പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഈ BJPയുടെ വളർച്ച, ക്രമാനുഗതമായ BJPയുടെ വളർച്ച ഇരു മുന്നണികൾക്കും തലവേദന സൃഷ്ടിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഓരോ വാർഡുകളിലും മുന്നേറ്റം നടത്തുന്നു. അതുപോലെ തന്നെ പല വാർഡുകളും പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ക്ഷീണം ചെലുത്തുന്നത് CPM-നേക്കാൾ കൂടുതൽ UDF-നെയാണ്. കോൺഗ്രസിന്റെ സീറ്റുകളാണ് കുറഞ്ഞു വരികയും BJP വളരുകയും ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തവണയും സമാന രീതിയിൽ തന്നെ ഒരു റിസൾട്ട് ആയിരിക്കാം കാസർഗോഡിലെ മറ്റ് കാഞ്ഞങ്ങാടിലെ നീലേശ്വരത്തെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുന്നത്. മറ്റ് പ്രധാനപ്പെട്ടത് 6ഓളം ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ്. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇത്തരത്തിൽ 4 എണ്ണം LDF-ന്റെ കയ്യിലും 2 എണ്ണം UDF-ന്റെ കയ്യിലും NDAക്ക് ഒന്നുമില്ല. അത്തരം സ്ഥിതിയിലാണുള്ളത്. 4 ബ്ലോക്ക് പഞ്ചായത്തുകൾ LDF-ന്റെ ശക്തമായ സ്വാധീനമുണ്ട്. അതുപോലെ 2 എണ്ണത്തിലാണ് UDF-ന്റെ സ്വാധീനമുള്ളത്. അതായത് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു സവിശേഷതയുള്ളത്, അതായത് LDF-ന് ഒരു മെമ്പർമാര് പോലുമില്ല. അതായത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം LDF-ന് ഒരു മെമ്പർമാര് പോലും ഇല്ലാത്ത സംസ്ഥാനത്ത് തന്നെ ഏക ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പം ഇത്തവണ അക്കൗണ്ട് തുറക്കാനാകുമോ എന്നുള്ളതും ഏറെ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു. അത്തരത്തിലുള്ളൊരു പ്രവർത്തനം നേരത്തെ തന്നെ CPM ആരംഭിച്ചിരുന്നു. ഒരു അക്കൗണ്ട് തുറക്കുക, അതിനുശേഷം കൂടുതൽ അക്കൗണ്ടുകളിലേക്ക്, കൂടുതൽ വാർഡുകൾ പിടിച്ചെടുക്കുന്നതിലേക്ക്, ഡിവിഷനുകൾ പിടിച്ചെടുക്കുന്നതിലേക്ക് കടക്കുക എന്നുള്ളതൊക്കെ CPM-ന്റെ ഒരു അജണ്ടയായിട്ട് തന്നെ നിലനിൽക്കുന്നു. രാഷ്ട്രീയ വിവാദങ്ങളും ഒട്ടും പിറകിലല്ല ദീപ്തി. അതായത് BJP CPM ബന്ധമുണ്ട് എന്നാണ് മുസ്ലിം ലീഗും UDF-ഉം ആരോപിക്കുന്നത്. CPM-ന് മുസ്ലിം ലീഗിന് മൃഗീയ ആധിപത്യം ഉള്ളിടത്ത് ഇത്തരത്തിൽ ഒരു അവിശുദ്ധ സഖ്യം രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് പ്രധാനമായും ആരോപിക്കുന്നത്. കാസർഗോഡ് നഗരസഭയെ അടക്കം ഇത്തരത്തിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഇവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മുസ്ലിം ലീഗ് ആദ്യഘട്ടം മുതൽ തന്നെ ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ ഏറെ നിർണായക ശക്തിയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി SDPI ഇവരും മത്സര രംഗത്ത് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 3-ലധികം സീറ്റുകൾ നേടാനും ഒരു ബ്ലോക്ക് ഡിവിഷൻ ഒക്കെ നേടാനും ഈ SDPIക്ക് സാധിച്ചിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി SDPI ഇത്തവണ നിർണായക ശക്തിയാകുന്നു എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിലും കുമ്പളയിലുമൊക്കെ ഇത്തരത്തിൽ SDPI വലിയ രീതിയിലുള്ള വേരോട്ടമുണ്ടായി. ജോസഫ് തുടരുക. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതിൽ പോയ ശേഷം ജോസഫിലേക്ക് തിരികെ എത്താം. തന്നെ ചെയ്യാൻ സാധിച്ചു. വളരെ ആത്മവിശ്വാസത്തോടെയാണ് എല്ലാവരും ഇവരെ കാണുന്നത്. UDF-ന്റെ അഭൂതപൂർവമായിട്ടുള്ളൊരു വിജയം പ്രത്യേകിച്ചിപ്പോൾ വടക്കൻ ഇപ്പോൾ 2ാം ഫേസിൽ ഉണ്ടാവും. കഴിഞ്ഞ 9-ാം തീയതി തെക്കൻ കേരളത്തിൽ നടന്നു. അവിടെയും നല്ല വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം അത്രമാത്രം അലയടിക്കുന്നുണ്ട്. അതിനെതിരെ എന്നതുപോലത്തെ വികസനത്തിനും നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട്. ജോസഫ്, ഈ ഒരു വടക്കൻ കേരളത്തിൽ ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് എല്ലാ നേതാക്കളും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പങ്കുവെക്കുന്നത്. ജോസഫ് തുടരുക. ദീപ്തി, 2020 തെരഞ്ഞെടുപ്പ് ഫലം ഇപ്രകാരമാണ്. ഈ 38 ഗ്രാമപഞ്ചായത്തുകളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. അതിൽ 19 എണ്ണം ഭരിക്കുന്നത് LDF ആണ്. UDF-ന് 15 എണ്ണമാണ് ഭരിക്കുന്നത്. മാത്രമല്ല NDAക്ക് 3-ഉം അദേശ് 1-ഉമാണ്. ഈ അദേശ് എന്ന് പറയുന്നത് മഞ്ചേശ്വരം പഞ്ചായത്താണ്. അവിടെ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ ഒരു അവിൽ മുന്നണി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു മുന്നണിയാണ് ഭരിക്കുന്നത്. SDPIയുടെ സപ്പോർട്ടോടുകൂടി CPM സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ BJP സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതായത് SDPയും CPM-ഉം BJP-യും സപ്പോർട്ട് നൽകുന്ന ഒരാളാണ് അവിടെ ഈ മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ളതെന്നാണ് ഒരു വിരോധാഭാസം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഒക്കെ വിഭിന്നമായി അവിടെ മുസ്ലിം ലീഗാണ് പ്രധാന ശത്രുവായിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഒരു കൊടക്കയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. 3 മുനിസിപ്പാലിറ്റികളിൽ 2 എണ്ണം LDF ആണ് ഭരിക്കുന്നത്. അതിൽ 1 എണ്ണം മാത്രമാണ്, കാസർഗോഡ് മുനിസിപ്പാലിറ്റി മാത്രമാണ് UDF ഭരിക്കുന്നുള്ളത്. ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2015 UDF-ന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഭരണം 2020 LDF തിരിച്ചു പിടിക്കുകയായിരുന്നു.
7-7 എന്ന നിലയിലായിരുന്നു കക്ഷി നില ഉണ്ടായിരുന്നത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടി LDF ഭരണം തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. ചെങ്കള ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഷാനവാസ് പാദൂറിലൂടെയാണ്. ഷാനവാസ് പാദൂറിനെ പിന്നീട് ഇത്തരത്തിൽ വൈസ് പ്രസിഡന്റാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ഷാനവാസ് പാദൂറിലൂടെയാണ് 2015 നഷ്ടമായ ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം LDF തിരിച്ചു പിടിച്ചത്. ഇത്തവണ അത് നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ആകാംക്ഷപൂർവ്വമായിട്ടുള്ള ഒരു മത്സരം നടക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കാണ്. അതായത് ജയിക്കുകയാണെങ്കിൽ തന്നെ അധികം ഭൂരിപക്ഷം 1-2 സീറ്റിന്റെ വ്യത്യാസം മാത്രമായിരിക്കും ഒരു മുന്നണിക്ക് ഉണ്ടാവുക. എന്തായാലും പുതുതായി ഒരു വാർഡ് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഒരു ഡിവിഷൻ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ ഡിവിഷനിലും ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അതും പ്രവചനാതീതമാണ്. അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും നിർണായകമായ മത്സരം, പ്രവചനാതീതമായ മത്സരം നടക്കുന്നത് ഇത്തരത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരമാണ്. അങ്ങനെ ഇത്തവണ ഭരണം പിടിച്ചെടുക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണ് UDF-നുള്ളത്. അതേസമയം ഭരണം നിലനിർത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് LDF-നുള്ളത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് നയിക്കുന്നത്. മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. അതായത് വലിയ പറമ്പയിലാണ് LDF ഭരിക്കുന്നത്. ഈ LDF 8, UDF 5-മാണ്. പിന്നീടുള്ളത് പിലിക്കോടാണ്. പിലിക്കോടിൽ LDF-ന് 14 സീറ്റും UDF-ന് 2 സീറ്റുമാണുള്ളത്. അതുപോലെ തന്നെ കയ്യൂർ ചീമേനി, അവിടെ 16 സീറ്റും LDF ആണ് ഭരിക്കുന്നത്. അതുപോലെ ചെറുവത്തൂരിൽ 17 സീറ്റിൽ 12-ലും LDF ആണ്. മടിക്കയിൽ 15 സീറ്റുകളുള്ളതിൽ 14 സീറ്റും LDF തന്നെയാണ്. ഒരു BJP കാൻഡിഡേറ്റ് ഉണ്ട്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ 13 സീറ്റുമായി LDF ആണുള്ളത്. കുറ്റിക്കോളിലും വേടകത്തും അജാനൂരിലും ഉദുമയിലും പള്ളിക്കരയിലും ദേലമ്പാടിയിലും പനത്തടിയിലും കോടോംപേളൂരിലും പൈവേളികയിലും വർക്കാടിയിലും മുളിയാറിലും കുത്തികയിലും മീഞ്ചയിലും ഇത്തരത്തിൽ LDF-ന്റെ ഭരണമാണ് ഉള്ളത്. UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് തൃക്കരിപ്പൂരാണ്. അവിടെ 7 വാർഡുകളിൽ മാത്രമാണ് LDF ഉള്ളത്. 14 സീറ്റ് UDF-നുണ്ട്. അതുപോലെ തന്നെ പടന്ന പഞ്ചായത്ത്, വെസ്റ്റ് എളേരി പഞ്ചായത്ത്, ഈസ്റ്റ് എളേരി, ബെളാല്, പുല്ലൂർ പെരിയ, ചെമ്മനാട്, കുമ്പനാജെ, ബദിയടുക്ക, ചെങ്കള, എൻമകജെ, കള്ളാറ്, കുമ്പള, മുഗ്രാപുത്തൂർ, മംഗൽപാടി എന്നീ പഞ്ചായത്തുകളാണ് കോൺഗ്രസിന്റെ കൈവശമുള്ളത്. BJP-ക്ക് 3ഓളം പഞ്ചായത്തുകളിൽ ഭരണമുണ്ട്. അതായത് കാറടുക്ക, മധൂർ, വെള്ളൂർ ഈ 3 പഞ്ചായത്തുകളിലാണ് ഭരണമുള്ളത്. മറ്റ് 2 പഞ്ചായത്തുകൾ കൂടി തുല്യം വന്നിരുന്ന അവസ്ഥയുണ്ട്. പക്ഷെ മറ്റ് 2 പഞ്ചായത്തുകൾ ഈ ടോസെടുപ്പിൽ UDF-ലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അങ്ങനെ ഭരണം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു പക്ഷേ ഇത്തവണ ആ ഭാഗങ്ങളിലെല്ലാം കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുണ്ട്. ഈ 5ഓളം ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം പിടിക്കാനാകുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് BJP നേതൃത്വം പങ്കുവയ്ക്കുന്നത്. നിലവിൽ 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF ഭരിക്കുന്നത് നീലേശ്വരം ബ്ലോക്കും കാഞ്ഞങ്ങാട് ബ്ലോക്കും പരപ്പ ബ്ലോക്കും കാറടുക്ക ബ്ലോക്കുമാണ്. അതുപോലെ തന്നെ കാസർഗോഡ് മഞ്ചേശ്വരവും UDF ആണ് ഭരിക്കുന്നത്. എന്തായാലും ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് അല്പം കുറവാണ്. കഴിഞ്ഞ തവണത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പോളിംഗ് അല്പം കുറവാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആളുകൾ ബൂത്തിലേക്ക് വലിയ രീതിയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള പൗരപ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തികൾ ഒരാൾ. അദ്ദേഹം 9 മണിയോട് കൂടി കാഞ്ഞങ്ങാട് സൗത്തിൽ കുടുംബസമേതം വോട്ട് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം ഇതുവരെ ഭംഗിയായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വോട്ടിംഗ് മെഷീൻ അടക്കം ഒന്നും പണി മുടക്കിയിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. ആളുകൾ ക്രമാനുഗതമായി ഈ ബൂത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇത്തവണ ഒരു 70% പോളിംഗ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ജോസഫ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ വടക്കൻ ജില്ലകളിൽ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.